ഇന്ന് ക്രിസ്മസ് ഡേ ആണ്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ക്രിസ്മസ്. അപ്പൊ ഞങ്ങളിത് ക്രിസ്മസിന് ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറന്റിൽ പോവാണ്. ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത്. പിന്നെ ക്രിസ്മസിന് സാധാരണ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് കഴിക്കാറ്. എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ക്രിസ്മസിന്റെ അന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറന്റിൽ പോകുന്നത്. ഒരു വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പൊ എവിടെയാ പോകുന്നത്? സിഗ്നേച്ചർ ബൈ മിർസ. അപ്പൊ സുധി ചോദിച്ചിട്ടാണ് ക്രിസ്മസിന് എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എല്ലാ തവണയും നമ്മൾ വീട്ടിൽ നിന്നല്ല കഴിക്കണം, ഇത്തവണ ഒരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ സുധി എന്തായാലും ഇന്ന് ലീവാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്നാ പുറത്ത് പോയിട്ട് കഴിക്കാന്ന്. അപ്പൊ അങ്ങോട്ടാട്ടെ പോകുന്നേ. അപ്പോ ജെഫോർ ജേനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നലെ ഞങ്ങൾ ചർച്ചിൽ പാതിരാ കുർബാനയ്ക്കൊക്കെ പോയി അവിടുത്തെ ക്രിസ്മസ് കാരോളും കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി കിടന്നപ്പോൾ ഏകദേശം പുലർച്ചെ 2 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ക്രിസ്മസിൻ്റെ അന്ന് ഉച്ചയ്ക്ക് പുറത്ത് പോയിട്ട് ഫുഡ് ട്രൈ ചെയ്യുന്നത്. കാരണം എല്ലാ തവണയും നമ്മൾ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അത് കാരണം ഇത്തവണ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇങ്ങനെ പുറത്ത് പോയിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തത്. അങ്ങനെ നമ്മളിതേ സിഗ്നേച്ചർ ബൈ മർസയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് അവർ അച്ചായൻ സദ്യയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് തന്നെയായിട്ട് നമ്മളും ഓർഡർ ചെയ്തത്. ഇനി ക്രിസ്മസ് സ്പെഷ്യൽ അച്ചായൻ സദ്യയിലെ ഐറ്റംസ് ഒക്കെ ഞാനൊന്ന് പറയാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഐറ്റം നമുക്ക് കൊണ്ടുവന്നത് മുന്തിരിച്ചാറായിരുന്നു. മുന്തിരിച്ചാറിൽ നിന്നാണ് തുടങ്ങിയത്. പിന്നെ അതേ പ്ലം കേക്ക്, പാല, ചിക്കൻ കട്ട്ലേറ്റ്, സർലാസ്, കുമരകം കള്ളപ്പം, നാടൻ മാങ്ങ അച്ചാർ, നസ്രാണി ബീഫ് അച്ചാർ, കുത്തരിച്ചോറ്, കോട്ടയം മീൻകറി, അച്ചായൻ മീൻ വറ്റിച്ചത്, താറാവ് മപ്പാസ്, അവിയൽ, ചെമ്മീൻ പയർ മെഴുക്കുവരട്ടി, നസ്രാണി കോഴി പൊരിച്ചത്, അങ്കമാലി ബീഫ് വരട്ടിയത്, കായൽത്തീരം രസം, ഇളനീർ പായസം, പഴം, പപ്പടം. ഇത്ര ഐറ്റംസ് അടങ്ങിയതായിരുന്നു കേട്ടോ അച്ചായൻ സദ്യ. എന്തായാലും ക്രിസ്മസിന് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാം എന്നുള്ള ഞങ്ങളുടെ ഡിസിഷൻ ഒട്ടും മോശമായില്ല. എന്തായാലും സംഭവം സക്സസ് ആയി. കാരണം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരി ഐറ്റംസ് എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് അപ്പം ഡക്കുമപ്പാസാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഒരുപാട് ഐറ്റംസ് കാണുമ്പോൾ തന്നെ എൻ്റെ വയറ് ഓൾമോസ്റ്റ് ഒന്ന് അറിയും. എനിക്ക് ഒരുപാട് ഐറ്റംസ് ഒരേ ടൈമിൽ കഴിക്കാനായിട്ട് പറ്റില്ല. വളരെ കുറച്ച് ക്വാണ്ടിറ്റി എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലപോലെ ഫുഡ് കഴിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു ഇത്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് സ്പെഷ്യൽ ലഞ്ച് അടിപൊളിയായി. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയായിരുന്നു? നിങ്ങളുടെ ഫേവറേറ്റ് ഐറ്റംസ് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ മുൻപ് അച്ചായൻ സദ്യ ട്രൈ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ അവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഖത്തറിലുള്ളവരാണെങ്കിൽ സിഗ്നേച്ചർ ബൈ മർസയിൽ വന്നിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടി ഒന്ന് ഷെയർ ചെയ്തോളൂ. എന്തായാലും ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ക്രിസ്മസ് ഒക്കെ നല്ല അടിപൊളിയായി. അങ്ങനെ നല്ലൊരു ക്രിസ്മസ് കൂടി അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻസ് വഴി അറിയിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിട്ട് പാതിരാ കുർബാനയ്ക്ക് പോയി, ക്രിസ്മസ് കരോള് കണ്ടു, പുൽക്കൂടുകൾ കണ്ടു, അതുപോലെ തന്നെ ക്രിസ്മസ് ലഞ്ച് കഴിച്ചു. അതൊക്കെയാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള ക്രിസ്മസ് വിശേഷങ്ങൾ. പിന്നെ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവുക എന്നുള്ളതാണ് വലിയ കാര്യം. അപ്പോൾ ഞങ്ങൾ 4 പേര് ഒരുമിച്ച്
ആയിരിക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റി. സന്തോഷവും സമാധാനവും ഒക്കെ ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റി. അത് തന്നെയാണല്ലോ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എല്ലാ സെലിബ്രേഷൻ്റെയും പിന്നിൽ അല്ലെങ്കിൽ എല്ലാ സെലിബ്രേഷൻ്റെയും ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതെന്തായാലും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.